സുഭിക്ഷമായ കപ്പ ബിരിയാണിയും നാടൻ വിഭവങ്ങളും സജ്ജമാക്കി രുചിതോണി തീർത്ത് 5ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ യാത്ര മുക്കം നഗരത്തിന് വർണ്ണപ്പകിട്ടായി. മുക്കം ഓർഫനേജ് ഗേൾസ് ഹൈസ്കൂളിലെ 5ാം ക്ലാസ്സിലെ മുഴുവൻ ഡിവിഷൻ വിദ്യാർത്ഥികളാണ് സാമൂഹ്യശാസ്ത്രം പാഠപുസ്തകത്തിലെ ഭക്ഷണവും മനുഷ്യരും എന്ന അധ്യായത്തെ ആസ്പദമാക്കിയൊരുക്കിയ രുചിതോണിയും നാടൻ വിഭവങ്ങളുടെ മനോഹരമായ ഫെസ്റ്റും വിവിധ ധാന്യങ്ങളുടെ പ്രദർശനവും വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ തുറന്നിട്ടത്. കപ്പയും കോഴിയിറച്ചിയും മസാലക്കൂട്ടുകളും ഒരുക്കി ക്ലാസ് മുറിയോട് ചേർന്ന് ലൈവായി കപ്പ ബിരിയാണി തയ്യാറാക്കിയപ്പോൾ വിദ്യാർത്ഥികൾക്ക് പുസ്തകത്താളുകളിൽ നിന്ന് പാചക തലയിലേക്കുള്ള യാത്രയായി മാറിയത്. പാചക വിദഗ്ധനും അഭിനേതാവും ഗായകനുമായ വി.കെ. അബ്ദുൽ ജബ്ബാറിന്റെ നേതൃത്വത്തിൽ അധ്യാപകരും ചേർന്ന് കപ്പ ബിരിയാണി എങ്ങനെ നിർമ്മിക്കാമെന്ന് പഠിപ്പിച്ചപ്പോൾ വിദ്യാർത്ഥികൾക്ക് അക്ഷരാർത്ഥത്തിൽ ആവേശവും ആഹ്ലാദവും പാഠത്തിൽ നിന്ന് പാചകത്തിലേക്കുള്ള മനോഹര യാത്ര അനുഭവമാക്കി. My name is Ain Al-Sabah from MKH Mumu VHSS for Girls. ഞാൻ 5B ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നടക്കുന്നത് 5 എല്ലാ ഡിവിഷനിലെയും ഒരു പാചകത്തിൻ്റെ ഒരു ഇതാണ്. ഇവിടെ നല്ല മധുരമായ കേക്ക്, എല്ലാ സാധനവും രുചിയേറുന്ന കാണുന്നവർ വരെ കൊതിപ്പിക്കണ തരം പല പല വിഭവങ്ങളാണ് ഇവിടെ ഈ 5ാം ക്ലാസ്സിലെ കുട്ടികൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഞാൻ കൊണ്ടുവരുന്നത് ഇറച്ചിപ്പത്തിരിയാണ്. അത് ഞാൻ തന്നെ മേക്ക് ചെയ്തതാണ്. അതുകൊണ്ട് എനിക്ക് നല്ല ഒരു ഇതുണ്ട് പറയാൻ, പ്രശംസയായി പറയാൻ ഭയങ്കര കരുത്തുണ്ട്. പിന്നെ ഇത് അവിടെ എല്ലാവരും ഷെഫ്സ് ഉണ്ട്, കുട്ടി ഷെഫ്സ് കുറേ ഉണ്ട്. ഇതാട്ടോ നിറച്ച് വിഭവങ്ങളാണ് ഇതിലുള്ളത്. മധുരമൂർന്ന് ഇവിടെ കേക്കൊക്കെ ഉണ്ട്. ഭക്ഷണവുമായി ബന്ധപ്പെട്ട് 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ആരോഗ്യം ഭക്ഷണത്തിലൂടെ പാഠം ഭാഗവും അതേസമയം 5 മുതൽ 10 വരെയുള്ള പ്രവൃത്തി പഠനവും മേളയിൽ അവലംബമാക്കിയിട്ടുണ്ട്. രക്ഷിതാക്കളുടെ സഹായത്തോടെ രുചി വൈവിധ്യങ്ങളുമായി വിദ്യാർത്ഥികൾ തയ്യാറാക്കിക്കൊണ്ടുവന്ന നാടൻ വിഭവങ്ങളായ പനപ്പൊടി പലഹാരങ്ങൾ, കിഴങ്ങുവർഗ വിഭവങ്ങൾ, ചക്ക വിഭവങ്ങൾ, അവിൽ വിഭവങ്ങൾ, അപ്പങ്ങൾ, അച്ചാറുകൾ, കണ്ണിമാങ്ങ ഉപ്പിലിട്ടത്, കാരക്ക അച്ചാറുകൾ, ശർക്കര ഉപ്പേരികൾ തുടങ്ങി 50ൽ പരം വിഭവങ്ങളും ഭക്ഷണവും മനുഷ്യനും എന്ന പാഠഭാഗ ക്ലാസ് വിദ്യാർത്ഥികൾക്ക് അനുഭവസാക്ഷ്യമായി കപ്പ ബിരിയാണി പാചകം കാണാനും രക്ഷിതാക്കളും വേദിയിലെത്തിയത് ആവേശമാക്കി. മുക്കം പ്രസ് ക്ലബ് പ്രസിഡന്റ് സി ഫസൽ ബാബു ഉദ്ഘാടനം ചെയ്തു. കണ്ടും അറിഞ്ഞൊക്കെ പഠിക്കാം. പാഠപുസ്തകത്തിൽ നമ്മൾ വായിച്ചു പഠിക്കുന്നതിന് പകരം നേരിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ രുചിത്തോണി 3ാമത്തെ വർഷമാണ് നമ്മുടെ സ്കൂളിൽ ഈ തോണി ഇങ്ങനെ തുഴഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടുതൽ കാലം ഓരോ വർഷവും തുഴയാൻ കഴിയട്ടെ എന്ന് പറയുകയാണ്. അതോടൊപ്പം തന്നെ ഏത് പരിപാടിക്ക് വിളിച്ചില്ല റിയാസ് മാഷ് ഫുഡ് ഫെസ്റ്റിവലിനെ വിളിക്കുന്നത് നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളാണ് തോന്നിയോണ്ടായിരിക്കും. ഏതായാലും അതിനു കൂടി നന്ദി അറിയിക്കുകയാണ്. ജബ്ബാർക്കടെ ഈ പ്രകടനം കൂടി കണ്ടു കഴിഞ്ഞിട്ട് വളരെ മികച്ച ഒരു അനുഭവം നിങ്ങൾക്കായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രധാനാധ്യാപിക എം ഷബീന അധ്യക്ഷത വഹിച്ചു. സീനിയർ പത്രപ്രവർത്തകൻ എം ഉണ്ണിച്ചേക്കു, BP ഹുസൈൻ, PTA പ്രസിഡന്റ് CA സാജുദ്ദീൻ, സ്റ്റാഫ് സെക്രട്ടറി A സമീർ, KV അബ്ദുൽ ജബ്ബാർ തുടങ്ങിയവർ സംസാരിച്ചു. ടി റിയാസ് സ്വാഗതവും KP സക്കീനയും നന്ദിയും പറഞ്ഞു. K സുലൈക്ക്, K മുഹമ്മദ് അബൂബക്കർ, P ആയിഷ, UP സാജിദ, A സുമീർ, PI സജില, ഖദീജ കൊളപ്പുറം, UP സാജിദ, K മുഹമ്മദ് അഫ്ല്, ഷറഫുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി. ഉണ്ണിച്ചേക്കു, ടുഡേ ന്യൂസ്, മുക്കം.